രാവിലെ എന്നെ അമേരിക്കയിൽ നിന്ന് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. അവിടുത്തെ KPMG അമേരിക്കയിലെ ഡോക്ടർമാരുടെ സംഘടന ഇവരെല്ലാം കൂടി ഇന്നൊരു മീറ്റിംഗ് നടത്തുകയാണ് അവരെ. അപ്പോൾ അതിൽ കേരളത്തെ അഭിനന്ദിക്കാൻ അതിനിടയിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ നേഴ്സുമാരൊക്കെയാണ് ഇവിടുന്ന് പോയ സഹോദരങ്ങളിൽ കൂടുതലും. അവർ നല്ല നിലയിൽ ജീവിതം നയിക്കുന്നവരാണ്, അവിടെ നന്നായിട്ട് സേവനം ചെയ്യുന്നവരുമാണ്. പക്ഷെ അവരെ അലട്ടുന്നത് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ മാസ്ക് ഇല്ല എന്നുള്ളതാണ്. അവർ ചോദിച്ചു, ടീച്ചർ എന്താണ് അവിടുത്തെ സ്ഥിതി, ഞങ്ങൾക്ക് കുറച്ച് മാസ്ക് എത്തിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ തന്നോട് ഫോണിൽ വിളിച്ച് അമേരിക്കയിൽ മാസ്ക് കിട്ടുവാനില്ല എന്നും മാസ്ക് തന്ന് സഹായിക്കണമെന്നും തന്നോട് ആവശ്യപ്പെട്ടു എന്ന് തള്ളിമറിച്ചാൽ തൻ്റെ അനുയായികൾ വിശ്വസിക്കുമെന്ന് ശൈലജ ടീച്ചറിന് നല്ലവണ്ണം അറിയാം. തനിക്ക് തന്നെ ABCD പോലും തികച്ചറിയാൻ പാടില്ലാതെ താൻ പറയുന്ന ഇംഗ്ലീഷ് ശരിയാണെന്ന് തൻ്റെ അനുയായികൾ വിശ്വസിക്കുന്നു. കൂടാതെ മലയാളികളെ പറ്റിച്ച് ഇത്രയും കാലം ഭരണത്തിൽ കഴിഞ്ഞുകൂടുവാൻ കഴിഞ്ഞുവെങ്കിൽ കേരളീയർ എത്രമാത്രം മണ്ടന്മാരും വിവരദോഷികളുമാണെന്ന് ശൈലജ ടീച്ചർ നല്ലവണ്ണം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇപ്രകാരം അവർ വീണ്ടും തള്ളിമറിക്കുന്നത്. They are not allowing or ഈ അമേരിക്കൻ അമ്മായിയാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകുവാൻ കോട്ടും തയ്പ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഈ പെൺസിംഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ഗർജനം കേട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും കൂട്ടരും പേടിക്കാതിരുന്നാൽ ഭാഗ്യം. ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം നടത്താൻ വന്ന കാലത്തിൽ ഞായറാഴ്ച നല്ല സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, അത് അങ്ങനെയല്ല, ഇവിടെ നാലമ്പലം കാണാൻ പോകും ഞായറാഴ്ച. വർഗീയവാദികൾ ഇന്ത്യയിലെ ഹൈന്ദവ ബ്രാഹ്മണിക്കൽ മേധാവിത്വം അധികാരത്തിലിരുന്നു കൊണ്ട് മനുഷ്യരെ തട്ടുകളായി വേർതിരിച്ച് ആ ഹൈന്ദവ മേധാവിത്വത്തിനു വേണ്ടി കരുതിക്കൂട്ടിയ ഇടപെടൽ നടത്തുന്നതിന്റെ ഒരു ലക്ഷണമാണ് രാമായണ മാസത്തിൽ രാമായണം വായിക്കണമെന്ന് RSSകാർ പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല, നാലമ്പലം കാണിക്കാൻ ഞങ്ങൾ കൊണ്ടുപോകാം, അതിന് ഉത്തരവാദിത്വം എടുത്ത് സ്ത്രീകളെ വശീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒളിവിൽ താമസിച്ചിരുന്ന വീടുകളിലെല്ലാം തന്തയില്ലാത്ത കുട്ടികളുണ്ടായിരുന്നു. അതിനു കാരണക്കാർ ഈ നേതാക്കന്മാർ തന്നെയായിരുന്നു. ആ വീടുകളിലെ സ്ത്രീകളെ ഇവർ വശീകരിച്ചിരുന്നു. പാർട്ടി ഓഫീസിൽ കയറിയിരുന്ന സ്ത്രീകൾക്കൊന്നും പിന്നീട് മാന്യമായി ജീവിക്കുവാനും ഇവർ അനുവദിച്ചിട്ടില്ല. ഇതെല്ലാം ശൈലജ ടീച്ചറിന് അറിയാം. രാമായണം വായിക്കണമെന്ന് RSSകാർ നിർബന്ധിച്ചിട്ടാണെങ്കിൽ G സുധാകരനും ഇന്ന് രാമായണം വായിക്കുകയാണ്. ഒരു കാലത്ത് ഇദ്ദേഹം ശാന്തിമാരുടെ അടിവസ്ത്രം തപ്പി നടക്കുകയായിരുന്നു. അത്ര വൃത്തികെട്ട സ്വഭാവമായിരുന്നു ഇദ്ദേഹത്തിൻ്റെയും. രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ. രാമായണം കേൾക്കുമ്പോൾ ചൊറിയുന്ന ടീച്ചറമ്മയ്ക്ക് മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ ഒരു ചൊറിച്ചിലുമില്ല. ഇതാണ് മതേതരത്വത്തിൻ്റെ മറ്റൊരു മുഖം. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിനു നന്ദി പറഞ്ഞ സ്ത്രീയോട് അമ്മാതിരി കമൻറ്റുകളൊന്നും വേണ്ട എന്ന് പറയുന്നത് കേട്ടപ്പോൾ താങ്ക്സ് എന്ന വാക്കിന് മറ്റു വല്ല അർത്ഥവുമുണ്ടോ എന്ന് കരുതി ഓക്സ്ഫോർഡ് ഡിക്ഷണറികൾ മുഴുവൻ പരിശോധിച്ചു. എന്നാൽ താങ്ക്സ് എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ മോശമായ ഒരു അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബ്രണ്ണൻ കോളേജിൻ്റെ ഉള്ളിൽ ഊരിപ്പിടിച്ച കത്തിയുടെയും തോക്കിൻ്റെയും നടുവിലൂടെ വർഷങ്ങളോളം ഓടി നടന്നിരുന്നു എന്ന് പറയുന്ന ആൾക്ക് താങ്ക് യു എന്ന വാക്കിൻ്റെ അർത്ഥമറിയില്ല. എന്നാൽ ബ്രണ്ണൻ കോളേജിൻ്റെ പടിക്കൽ കപ്പലണ്ടി വിറ്റിരുന്ന പയ്യന് താങ്ക് യു എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം. Let us talk about your bloody 30 acres land. Talk about your bloody 30 acres land. Come on. Come on, man. Hey, Pandi. என்னடா பேசுறா பேசி, உனக்கு தெரியுமாடா இது ABCDடா. டேய், நீ ஊருக்கு பெரியவன் தானே, நீ பயங்கரம் தானே, பேசடா. மோளே இங்க வா, பேசி முடி. டேய் பாண்டி, എന്റെ മോള് ഡിഗ്രിയാണടാ, ഡിഗ്രി. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. എടാ, സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, സൊൽ.